ദുബായ് തീരത്തുള്ള കൃത്രിമ ദ്വീപായ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിന് നടുവിൽ മുൻപ് അസാധ്യമെന്ന് പലരും കരുതിയ ഒരു കൂറ്റൻ നിർമ്മിതി എഞ്ചിനീയർമാർ യാഥാർത്ഥ്യമാക്കി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ളതും വലുതുമായ ഐൻ ദുബായ് ഒബ്സർവേഷൻ വീൽ 11,200 ടണ്ണിലധികം സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൂറ്റൻ വീൽ കടൽനിരപ്പിൽ നിന്ന് 250 മീറ്ററിലധികം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരേ സമയം 1750 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള 48 കൂറ്റൻ ക്യാബിനുകളാണ് ഇതിലുള്ളത്. എന്നാൽ ഇതിന്റെ വലുപ്പത്തേക്കാൾ ലോകത്തെ അമ്പരപ്പിച്ചത് കടലിന് നടുവിൽ ഇത് നിർമ്മിച്ച രീതിയാണ്. 1800 ടൺ ഭാരമുള്ള സെൻട്രൽ സ്പിൻഡിൽ 100 കണക്കിന് മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തി നിർത്തിവച്ചു എന്നത് വലിയൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. നിർമ്മാണം പൂർത്തിയായി റെക്കോർഡുകൾ ഭേദിച്ച ശേഷം എന്തുകൊണ്ടാണ് ഈ ഭീമൻ വീൽ വർഷങ്ങളോളം പെട്ടെന്ന് നിശ്ചലമായത്? ദുബായിലെ ഏറ്റവും വിസ്മയകരവും നിഗൂഢവുമായ ഈ നിർമ്മിതിക്ക് പിന്നിലെ രഹസ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അസാധ്യമായ പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമാക്കുക എന്നത് ദുബായിയുടെ സവിശേഷതയാണ്. 2013-ൽ മേരാസ് എന്ന ഡെവലപ്പർമാർ ചേർന്നാണ് ലണ്ടൻ ഐ, ലാസ് വേഗാസിലെ ഹൈ റോളർ എന്നിവയെ മറികടക്കുന്ന ഈ പദ്ധതി ആരംഭിച്ചത്. തുടർന്നുള്ള 6 വർഷത്തെ നിർമ്മാണത്തിനും കോവിഡ്, സാങ്കേതിക തടസ്സങ്ങൾ മൂലമുണ്ടായ വൈകല്യത്തിനും ശേഷം 2021 ഒക്ടോബറിൽ എക്സ്പോ 2020 സമയത്താണ് ഇത് ഔദ്യോഗികമായി തുറന്നത്. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ കൃത്യമായ കാരണങ്ങളൊന്നും വെളിപ്പെടുത്താതെ ഇത് പ്രവർത്തനം നിർത്തിവെച്ചു. ഒടുവിൽ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2024-ൽ ഐൻ ദുബായ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ദുബായ് ആദ്യം ചെയ്തത് മണ്ണും പാറകളും നികത്തി കടലിൽ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് എന്ന കൃത്രിമ ദ്വീപുണ്ടാക്കുക എന്നതായിരുന്നു. എന്നാൽ 11,000 ടണ്ണിലധികം ഭാരമുള്ള ഒരു സ്റ്റീൽ ഘടന കൃത്രിമ ദ്വീപിന് മുകളിൽ നിർമ്മിക്കുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ഇതിനായി മണൽപ്പാളികൾ തുളച്ച് കടലിന്റെ അടിത്തട്ടിലെ പാറയിലേക്ക് 35 മീറ്റർ ആഴത്തിൽ ഉറപ്പിച്ച കൂറ്റൻ പൈൽ ഫൗണ്ടേഷനുകൾ നിർമ്മിച്ചു. അതിനാൽ ഈ വീലിന്റെ ഭാരം ദ്വീപിലെ മണൽത്തരികളിലല്ല താങ്ങി നിൽക്കുന്നത്, മറിച്ച് അടിത്തട്ടിലെ പാറകളിലാണ്. അടിത്തറ ഉറപ്പിച്ച ശേഷം 126 മീറ്റർ നീളമുള്ള 4 കൂറ്റൻ സ്റ്റീൽ തൂണുകൾ സ്ഥാപിക്കുകയായിരുന്നു അടുത്ത ഘട്ടം. UAE-യിൽ നിർമ്മിച്ച ഈ തൂണുകൾ കൂറ്റൻ ബാർജുകളിൽ കയറ്റിയാണ് സൈറ്റിലെത്തിച്ചത്. കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇവ വായുവിൽ ഉയർത്തി കൃത്യമായ കോണളവിൽ നിർത്തിവെക്കുക എന്നത് കൊടുങ്കാറ്റുള്ള കടലിൽ വളരെ അപകടം നിറഞ്ഞ ദൗത്യമായിരുന്നു. 4 വലിയ തൂണുകളും ഉറപ്പിച്ച ശേഷം മുഴുവൻ സിസ്റ്റത്തെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്ഥാപിക്കുക എന്നതായിരുന്നു അടുത്ത ദൗത്യം. 4 എയർബസ് A380 വിമാനങ്ങളുടെ ഭാരത്തിന് തുല്യമായ ഏകദേശം 1800 ടൺ ഭാരമുള്ള ഹബ് ആൻഡ് സ്പിൻഡിലായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും വലിയ കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് 6000 ടൺ ശേഷിയിലാണ് ഇത് വായുവിൽ ഉയർത്തി നിർത്തിയത്. വെറും 6 മില്ലിമീറ്റർ കൃത്യതയിൽ തുടർച്ചയായി 4 ആഴ്ചകൾ കൊണ്ടാണ് ഈ ഹബ് സപ്പോർട്ട് ലെഗുകളിൽ വെൽഡ് ചെയ്തു ചേർത്തത്. കേന്ദ്രഭാഗം ഉറപ്പിച്ചതോടെ ചക്രത്തിന്റെ ആകൃതി നിർമ്മിക്കുന്ന ഏറ്റവും അപകടം നിറഞ്ഞ ഘട്ടം ആരംഭിച്ചു. അടിയിൽ താങ്ങുകളില്ലാതെ ഈ ചക്രം നിർമ്മിക്കാൻ എഞ്ചിനീയർമാർ താൽക്കാലികമായി ഉറപ്പുള്ള സ്റ്റീൽ സ്പോക്കുകൾ ഉപയോഗിച്ചു. പുറത്തെ വളയം 8 ത്രികോണാകൃതിയിലുള്ള ഭാഗങ്ങളാക്കി തിരിച്ചാണ് ഓരോന്നായി ഉയർത്തി ഘടിപ്പിച്ചത്. ഓരോ ഘട്ടത്തിനും 3 മുതൽ 4 ആഴ്ച വരെ സമയമെടുത്തു. ദുബായിലെ കടുത്ത ചൂടിൽ ലോഹം വികസിക്കുന്നത് തടയാനായി താൽക്കാലിക ഘടന മുഴുവൻ വെള്ള നിറത്തിലാണ് പെയിന്റ് ചെയ്തിരുന്നത്. വളയം പൂർണ്ണമായി ബന്ധിപ്പിച്ച ശേഷം താൽക്കാലിക സ്റ്റീൽ സ്പോക്കുകൾ മാറ്റി പകരം 192 ശക്തമായ സ്റ്റീൽ കേബിളുകൾ സ്ഥാപിച്ചു. ഇതിലെ ചെറിയ കമ്പികൾ നീളത്തിൽ കൂപ്പിയോജിപ്പിച്ചാൽ ദുബായിൽ നിന്ന് കെയ്റോ വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ടാകും. ഓരോ കേബിളും ഓരോന്നായി കൃത്യമായ മർദ്ദത്തിൽ വലിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഘടിപ്പിച്ചത്. ഈ പ്രക്രിയ പൂർത്തിയാകാൻ 6 മാസത്തോളം എടുത്തു. ചക്രത്തിന്റെ ഘടന പൂർത്തിയായതോടെ 48 പാസഞ്ചർ ക്യാബിനുകൾ ഘടിപ്പിക്കുന്ന അവസാന ഘട്ടം ആരംഭിച്ചു. കാഴ്ച ഭംഗി കൂട്ടാനായി ക്യാബിനുകൾ ചക്രത്തിന്റെ പുറത്താണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഓരോ ക്യാബിനും 40 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ളതും ലണ്ടൻ ഐയിലെ ക്യാബിനുകളുടെ ഇരട്ടി വലിപ്പമുള്ളതുമാണ്.
വീൽ തിരിയുമ്പോഴും യാത്രക്കാർക്ക് യാതൊരു കുലുക്കവും അനുഭവപ്പെടാത്ത രീതിയിൽ ചക്രത്തിന്റെ കറക്കത്തിന് എതിർദിശയിൽ സ്വയം തിരിയുന്ന പ്രത്യേക സാങ്കേതിക വിദ്യയാണ് ഈ ക്യാബിനുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ വീലുകളെപ്പോലെ ഭീമാകാരമായ ഗിയറുകളിലല്ല ഐന്ദുബായ് പ്രവർത്തിക്കുന്നത്. മറിച്ച് ഇതിന്റെ അടിഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക ഇൻഡസ്ട്രിയൽ ഫ്രിക്ഷൻ ടയറുകളാണ് ഈ വലിയ ചക്രത്തെ കറക്കുന്നത്. സാധാരണ കാർ ടയറുകളേക്കാൾ ഇരട്ടി വലിപ്പമുള്ള, ഓരോന്നിനും 77 കിലോയിലധികം ഭാരമുള്ള ടയറുകളാണിവ. ഹൈഡ്രോളിക് മോട്ടോറുകൾ ഉപയോഗിച്ച് ഇവ വീലിന്റെ അരികിലേക്ക് അമർന്നു നിൽക്കുകയും ആവശ്യമായ ഘർഷണം നൽകി ചക്രത്തെ സുഗമമായി തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യാത്രക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വവും സുഖസൗകര്യവും ഉറപ്പാക്കാൻ അത്യാധുനിക സെൻസറുകളും ഇലക്ട്രോ ഹൈഡ്രോളിക് സംവിധാനവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീൽ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും ക്യാബിന്റെ തറഭാഗം കൃത്യമായി സമതലത്തിൽ തന്നെ നിലനിൽക്കും. അതിനാൽ അകത്തിരിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ കുലുക്കമോ ചാഞ്ചാട്ടമോ അനുഭവപ്പെടില്ല. ഏകദേശം $270 മില്യൺ ചെലവഴിച്ച് നിർമ്മിച്ച ഈ അത്ഭുതം 2021 ഒക്ടോബർ 21 ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അറ്റകുറ്റപ്പണികളെന്ന പേരിൽ ഇതിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിർത്തിവെച്ചു. 2023 ഏപ്രിലിൽ കൃത്യമായ കാരണങ്ങളൊന്നും വെളിപ്പെടുത്താതെ അനിശ്ചിതകാലത്തേക്ക് ഇത് അടച്ചുപൂട്ടി. സ്പിൻഡിലിൽ സ്കാഫോൾഡിംഗ് ഉയരുകയും ജർമ്മൻ സുരക്ഷാ പരിശോധനാ ഏജൻസിയായ TÜV ഇതിന്റെ ടെക്നിക്കൽ സർട്ടിഫിക്കേഷൻ തിരികെ വാങ്ങുകയും ചെയ്തത് വലിയ ചർച്ചയായി. ഒടുവിൽ നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2024 വീണ്ടും ലൈറ്റുകൾ തെളിഞ്ഞ് ക്യാബിനുകൾ ചലിച്ചു തുടങ്ങി. ഐൻ ദുബായ് വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകി. എങ്കിലും ആ 2 വർഷം ഇതിന്റെ പ്രധാന ഭാഗങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ഒരു എഞ്ചിനീയറിംഗ് നിഗൂഢതയായി തുടരുന്നു. 38 മിനിറ്റ് നീളുന്ന ഈ അവിസ്മരണീയ യാത്രയിൽ കടൽനിരപ്പിൽ നിന്ന് 250 മീറ്ററിലധികം ഉയരത്തിൽ നിന്ന് ദുബായിയുടെ 360 ഡിഗ്രി ദൃശ്യചാരുത ആസ്വദിക്കാം. ദുബായ് മറീനയിലെ വാനമ്പാടികളായ കെട്ടിടങ്ങൾ, പാം ജുമൈർ, ബുർജ് അൽ അറബ്, ബുർജ് ഖലീഫ എന്നിവയെല്ലാം ആകാശത്ത് നിന്ന് കാണുന്ന അനുഭൂതിയാണ് ഇതിലെ ഗ്ലാസ് ക്യാബിനുകൾ സമ്മാനിക്കുന്നത്. ഇൻ ദുബായ് വെറുമൊരു ടൂറിസ്റ്റ് ആകർഷണം മാത്രമല്ല, സമയത്തിനൊപ്പം അത് ദുബായിലെ ഏറ്റവും ആഡംബരപൂർണമായ ഒരു ഇവന്റ് വേദിയായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ പ്രൈവറ്റ് ക്യാബിനുകൾ ആവശ്യാനുസരണം ആകാശത്തെ റെസ്റ്റോറന്റുകളായോ, ജന്മദിനാഘോഷങ്ങൾക്കുള്ള ഇടങ്ങളായോ, എക്സ്ക്ലൂസീവ് ലോഞ്ചുകളായോ മാറ്റാനാകും. ദുബായ് മരീനയുടെ വെളിച്ചങ്ങൾക്കും തിളങ്ങുന്ന കടലിനും മുകളിൽ 100 കണക്കിന് മീറ്റർ ഉയരത്തിൽ വെച്ച് പ്രപ്പോസൽ നൽകാൻ വരെ സൗകര്യമൊരുക്കുന്ന അതിശയകരമായ വേദിയാണിത്. ഇൻ ദുബായ് ഇന്ന് വെറുമൊരു കൂറ്റൻ യന്ത്രമല്ല, അസാധ്യമായ കാര്യങ്ങളെ സാങ്കേതിക വിദ്യയിലൂടെ യാഥാർത്ഥ്യമാക്കാനുള്ള ദുബായിയുടെ അപാരമായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്. പണച്ചെലവും വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളും അവഗണിച്ച്, പരമ്പരാഗത അതിരുകൾ ലംഘിച്ച് നിർമ്മിതികൾ പടുത്തുയർത്തുന്ന ദുബായിയുടെ ശൈലിയെ ഇത് കൃത്യമായി അടയാളപ്പെടുത്തുന്നു. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയമായ ഈ ഭീമൻ ചക്രത്തിന് പിന്നിൽ ആയിരക്കണക്കിന് ടൺ സ്റ്റീലും മില്ലിമീറ്റർ കൃത്യതയുള്ള കണക്കുകൂട്ടലുകളും ഇന്നും പൂർണ്ണമായി വെളിപ്പെടുത്താത്ത അറ്റകുറ്റപ്പണികളുടെ ചരിത്രവുമുണ്ട്. സാങ്കേതികവിദ്യയുടെ പരിധികൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത പുതിയ വെല്ലുവിളികളെയും അപകടസാധ്യതകളെയും നേരിടേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നിർമ്മിതി. 250 മീറ്ററിലധികം ഉയരത്തിൽ നിന്ന് ദുബായ് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ ഈ കൂറ്റൻ വീലിൽ കയറാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ലോകത്തിലെ ഏറ്റവും വലിയ മേഗാ പ്രൊജക്റ്റുകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തുടർന്നറിയാൻ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.